സുരേഷ്, അങ്ങനെ വലിയ രീതിയിലുള്ള യുദ്ധഭീതി GCC രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്താൽ ഈ ഒരു നോമ്പുകാലത്ത് അങ്ങനെ കടുപ്പിച്ച നടപടികളിലേക്ക് ഒന്നും തന്നെ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അമേരിക്ക ഇനിയും ഒരു ആക്രമണം നടത്തിയാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് താനും, അല്ലേ? ഹിമ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ രാത്രിയിലെ സമഗ്രമായിട്ടുള്ള ഒരു ആക്രമണ ചിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും GCC രാജ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള സമീപ മിഡിൽ ഈസ്റ്റോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ വിദേശികൾ അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന വലിയ ഹോട്ടലുകൾ, പിന്നീട് വിമാനത്താവളങ്ങൾ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളൊന്നും ഒറ്റയടിക്ക് ഇറാന്റെ ഭാഗത്തുനിന്നും വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് വിപുലമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതും UAEക്ക് നേരെ ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. UAEയിലെ ഏറ്റവും വലിയ 2 വിമാനത്താവളങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാക്കുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുമായി പലതവണ ഡ്രോണുകളും മിസൈലുകളും ചീറിപ്പാഞ്ഞു വരുന്ന കാഴ്ചയാണ് രാത്രിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു രാവ് ആയിരുന്നു. ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭീതിതമാണോ ആ ഒരു പൂർണ്ണ തോതിൽ മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു രാത്രിയായിരുന്നു കടന്നുപോയത്. അതിൽ ഏറ്റവും ശക്തമായ ഒരു ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ഒന്ന് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഡ്രോൺ മിസൈൽ ആക്രമണമാണ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഉണ്ടായത്. അവിടെ 7 പേർക്കാണ് പരിക്കേൽക്കുന്നത്. ഒരു മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്നലെ പകലും ഇന്നലെ രാത്രിയുമായിട്ടുണ്ടായ ആക്രമണങ്ങളിൽ 2 പേർക്കാണ് അബുദാബിയിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. GCC മേഖലയിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഏക സ്ഥലവും അല്ലെങ്കിൽ ഏക രാജ്യവും UAE ആണ്. അബുദാബിയാണ് തലസ്ഥാനം. അവിടെ തന്നെയാണ് 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വലിയ സന്നാഹങ്ങളോടൊക്കെ കൂടി തന്നെയാണ് വിമാനത്താവളങ്ങളൊക്കെ ഉള്ളതെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരിക്കലും വിമാനത്താവളത്തിലേക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ജാഗ്രത ഉണ്ടായിരുന്നു. അതേസമയത്ത് ആൾക്കാരും ഈ വിമാനങ്ങളൊക്കെ റദ്ദാക്കിയത് കൊണ്ട് തന്നെ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകളും വിമാനത്താവളത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് അബുദാബിയിൽ ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഉണ്ടായത്. ഒന്നിലധികം ആക്രമണങ്ങൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഉണ്ടാക്കുന്നു. അവിടെ 4 പേർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ രാത്രിയിൽ 2 വിമാനത്താവളങ്ങളിലായിട്ടുണ്ടായ ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേൽക്കുകയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആളുകളെ വേഗത്തിൽ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തേക്ക് പോലും പോകാൻ പേടിച്ചു നിൽക്കുന്ന സമയത്താണ് അധികൃതർ എത്രയും പെട്ടെന്ന് ഗോ ഹോം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകൂ, അവിടെ സുരക്ഷിതമായിരിക്കൂ എന്നുള്ള നിർദ്ദേശത്തോടു കൂടി ഉദ്യോഗസ്ഥർ തന്നെ, സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ആളുകളെയൊക്കെ വിമാനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല വിമാനത്താവളത്തിന്റെ മേൽക്കൂരയിൽ നിന്നൊക്കെ അടക്കം പാളികൾ, അതോടൊപ്പം തന്നെ ക്ലാഡിംഗ് പോലുള്ള സാധനങ്ങൾ അതൊക്കെ തന്നെ താഴത്തേക്ക് വീണ് കിടക്കുന്നു നമുക്ക് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും അബുദാബിയിലും ഒക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടന്നിട്ടുള്ളത്. ആ പരിക്കേറ്റ ആളുകളുടെ തലയിൽ നിന്നൊക്കെ രക്തം വാർന്നൊലിച്ചു പോകുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു ദുബായിലൊക്കെ. അങ്ങനെയുള്ള ഒരു ആക്രമണമാണ് ദുബായ് വിമാനത്താവളത്തിലും അബുദാബി വിമാനത്താവളത്തിലും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, മറ്റൊരു ആക്രമണം ഉണ്ടായ സ്ഥലം ബുർജ് അൽ അറബാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലുകളിൽ ഒന്നാണ് ബുർജ് അൽ അറബ്. ആ നക്ഷത്ര ഹോട്ടലാണ് ബുർജ് അൽ അറബ്. ആ ബുർജ് അൽ അറബിലേക്കും ആക്രമണം നടത്തുന്നു. സ്വാഭാവികമായും അവിടെ സ്വദേശികളെക്കാൾ വിദേശികൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബുർജ് അൽ അറബ്. മറ്റൊന്ന്, ഇന്നലെ വൈകുന്നേരം നമ്മൾ തീപിടുത്തം കണ്ടത് പാം ജുമൈറ ഭാഗത്താണ്. ആ പാം ജുമൈറയിലും അത് മിസൈൽ ആകാശത്ത് വെച്ച് തകർത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീണ് അവിടെ തീപിടുത്തം ഉണ്ടാക്കുന്നു. അതിലും ഇന്നലെ രാത്രി 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഏതാണ്ട് 15ഓളം പേർക്ക് ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 15ഓളം പേർക്ക് UAEയിൽ മാത്രം പരിക്കേറ്റിട്ടുണ്ട്. 2 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആക്രമണത്തിൽ ഏറ്റവും അധികം പ്രത്യാഘാതം നേരിടേണ്ടി വന്ന രാജ്യങ്ങളിൽ ഒന്ന് UAE ആണ്. അതിനുശേഷമാണ് ഖത്തർ വരുന്നത്. ഖത്തറിലെ ബഹ്റൈൻ വരുന്നത്. ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിലടക്കം ആക്രമണം ഉണ്ടാക്കുന്നു. ഈ ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഇന്നലെ വൈകുന്നേരവും രാത്രിയുമായിട്ടുണ്ടാകുന്നു. ഇന്നലെ അർദ്ധരാത്രി ഏതാണ്ട് ബഹ്റൈൻ സമയം ഒരു 12 മണിയോടുകൂടി പോലും ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആക്രമണം ഉണ്ടായിട്ടുമുണ്ട്.
തീർച്ചയായും ഇത്ര ഭീതിജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് GCC രാജ്യങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല. UAE-യിലാണ് ഏറ്റവും വലിയ ഒരു പ്രത്യാഘാതമുണ്ടായത്. അതിനുശേഷമാണ് ഖത്തർ വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഉണ്ടായത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ ഒരു പ്രത്യാക്രമണം ഗൾഫ് രാജ്യങ്ങൾക്ക് മേലെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇനി ഇത് ആവർത്തിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം. അത് GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ആ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും.